കളയാവോട് അതൊരു സാധനം. ഓ ഗായ്സ്, ഈ ജീവിയാണ് ഇപ്പോൾ എടുത്തിട്ടത്. അടിച്ചാ ആ അവിടെ നിന്ന് മീൻ അടിച്ചെന്ന്. കളിമീനാ, കളിമീൻ പിടിച്ചെന്ന് പറഞ്ഞു. നോക്കട്ടെ. കളിമീൻ എവിടെ കാണിച്ചു കഴിഞ്ഞോട്ടോ? അങ്ങ് കൊണ്ടുപോയ ആ ഓ കളിമീൻ നല്ല സുന്ദര കുട്ട. എന്ത് ഭംഗിയാണ് നോക്കുക അതിനെ കാണാൻ. ചട്ടി കിടക്കും ഇതിനെക്കാട്ട് നല്ല ഭംഗി, നല്ല ടേസ്റ്റുമാണ്. അവിടെ നിന്ന് എന്തോ വാരിക്കൊണ്ട് വരെയാണ്. രണ്ടെണ്ണോ? ഞാൻ പഠിച്ചോണി 18 നോക്കിയിട്ടുണ്ട്. ഇതൊരു കൂട്ടാനുള്ളത് വരില്ല. അവിടെ ഹലോ ഗൈസ്, അവിടെ ഇരുന്ന് എന്തോരൊക്കെ നുള്ളി പറക്കുകയാണ്. എന്താണെന്നൊന്നും ഒരു പിടിയില്ല. നമ്മൾ അതാ വരൽ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഇതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടിരുന്ന ഉരുൾ എന്ന് പറയുന്ന ഐറ്റം. നല്ല വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പക്ഷേ പൊതുവെ വറുത്ത് കഴിക്കാറില്ല, ചൂണ്ടയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ ഗായ്സ്, നമ്മൾ വലയടി തുടരുകയാണ്. എന്തോ ശക്തമായ തെര എന്താണെന്നറിയില്ല, എങ്ങോട്ടെന്നറിയില്ല. മീനുണ്ട് പോടാ പോക്കു കണ്ടോ. തെര അടിച്ച് മീൻ പൊത്ത് പോകുമോ എന്നതാണ് ഇനിയുള്ള വിഷയം. എന്താ പറയുക, ശക്തി പോയെന്നാണ് ഒരു കണക്കൂട്ടൽ. പക്കിൽ വീഴുന്നിട്ടില്ലെങ്കിൽ സംഗതി. എപ്പയ്യാ കിടക്കുന്ന ഒരു ചെറിയ മാല. വലുത് പോയി ഗൈസ്, ഒരു ചെറിയ മാല ഉണ്ട്. അപ്പോൾ ഗൈസ്, ഒരു ചെറിയ മാല ഉണ്ട്. ഞാൻ ബക്കറ്റ് എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഗൈസ്, വലയേറി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലയിലൊക്കെ മീൻ കയറുന്നുണ്ട്. പക്ഷേ ശക്തമായ കടൽ കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മീൻ നിൽക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഇതിലുമുണ്ട് ഒരു ചാകരയുണ്ട് ഗൈസ്, ചാകര. അപ്പോൾ നമുക്ക് നോക്കാം, എത്ര മീനോട്ട് നോക്കാം. ഗൈസ്, ചാകരയാണ്. കണ്ടല്ലോ, ഇതിലും ചാകരയാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, അവിടെ പറഞ്ഞ 4. അങ്ങനെ 4 മീൻ ഈ വിലക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല എറിയുക എന്നത് ഒത്തിരി ടാസ്കുള്ള പണിയാണെന്ന് കണ്ടല്ലോ. അത് വല അത്ര പെർഫെക്റ്റ് ആയിട്ട് വീഴുന്നിട്ടില്ല കേട്ടോ ഗൈസ്. മീൻ കയറിയില്ല, എന്താണ് പറയണ. അപ്പം നോക്കാം എന്നാലും നമുക്ക് അവസാനം അനങ്ങാതെ അവനെങ്കിലും കിടന്നാലോ. ഉണ്ട് അനങ്ങാതെ ആരെങ്കിലും കിടന്നാലോ എന്ന് ഇറങ്ങിയപ്പോഴാണ്. അത് പക്ഷേ വലിയ മീനൊക്കെ കയറുന്നുണ്ട്. പക്ഷേ തിരയൊക്കെ ശക്തമായ തിര ആയതിലാണ് ഈ വിഷയം വരുന്നത്, മീൻ ഇറങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ അടിപൊളി. ഇപ്പോൾ ഒരു മീനുണ്ട് ഇച്ചിരി സൈസുള്ള. അതാ നടക്കുന്നതാണ്. ഇതാണ് ഇപ്പം കിട്ടിയ മീൻ. ഗൈസ്, വലയെറിയൽ തുടരുകയാണ്.
അപ്പോൾ മീൻ വാങ്ങാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ നമ്മൾ മീൻ പൊതുവെ കൊടുക്കാറുള്ളൂ. ഇതുവല്ല ഉണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. വേറെ ശക്തം എന്താ കടൽ കൂടുതലാണ്. അതുകൊണ്ട് വലയൊക്കെ വലിച്ച് കയറ്റാനും വലിയ പാടാണ്. അതുകൊണ്ട് നല്ല ചുറ്റി അടിക്കുന്നുണ്ട്. ഓ മീനില്ല ഗായ്സ്, മീനില്ല. ഓ ഇതെന്തരുത് ചാകര ഇതെവിടെ പോണു ഈ സാധനങ്ങളെല്ലാം കൂടെ? നുള്ളി 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 കൊഴിയാളെ നുള്ളി നുള്ളിയല്ലല്ലോ മറ്റേത്. തൊഴിഞ്ഞ വല കൊണ്ടുപോയെടുത്തെല്ലാം മീനാണ്. കീളി 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 നുള്ളിയല്ല കീളി. ഒരു വല നിറച്ച് കീളി. പക്ഷെ എല്ലാം അവിടെ തൊഴുങ്ങി. ഓ അതല്ല, നമ്മൾ വന്ന വഴിയിലെല്ലാം കീളി മീനാണ്. കണ്ണിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ചെറിയ സൈസ് മീനിൻ്റെ ചാകരയായിരുന്നു കഴിഞ്ഞ വല. അപ്പോൾ നമുക്ക് അടുത്ത വല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കീളിയൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് ആലോചിക്കുന്നത്. പക്ഷെ ഇത്രയും കീളിയൊക്കെ വലയിൽ എങ്ങനെ വന്ന് കയറും? അതിമനോഹരമായിട്ട് വല ഇറങ്ങിയിട്ടുണ്ട്. കീളിയുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു കഴിഞ്ഞ വലയ്ക്ക്. ഓ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓ നേരെ അടിച്ചിഞ്ഞ് മുകളിൽ കയറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് എന്നത്തെയും പോലെയല്ല, നമ്മളിന്ന് എത്തിയിട്ട് പൊഴിയൂർ സൈഡാണ്. വരുന്നുണ്ട്. നൈസ്. നിൽക്കുന്ന കാലെടുത്ത് പൊക്കി വയ്ക്കണം, അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് പോകും. വല വരികയാണ്. മീനുണ്ട് മീന്. അപ്പോൾ ഈ സൈഡ് വഴി പോയത് മീന് മീനില്ല. വലയെറിയുന്ന സ്ഥലം മാറിയിട്ടുണ്ട്. ഒരു കീളി ചാകര കിട്ടിയെടുത്താണ് ഇറങ്ങിയത്. എന്താ രാത്രിയുടെ നിതാന്തമായ തപസ്സിൽ നിന്നും വലയെറിയുകയാണ്. വലിയ കുഴിയാണ് കേട്ടോ ഫ്രണ്ടിൽ. നുള്ളി കാണുമെന്ന്. ഒന്നുമില്ല.